Hello friends, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്തായാലും തീർച്ചയായും നിങ്ങളൊരു 8000 രൂപയ്ക്ക് താഴെയുള്ള കിടലൻ സ്മാർട്ട് ഫോണുകളെ പറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് 8000 രൂപയ്ക്ക് താഴെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പ് 3 കിടലൻ ഫോണുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ ഡിസ്പ്ലേ ഉള്ള ഫോണുകളും നല്ല റാമും ഉള്ള എല്ലാ ഫോണുകളും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന പ്രോസസ്സറുള്ള ഫോണും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറം ബെൽ ബട്ടൺ കാണാൻ സാധിക്കും. അതേ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ കിടലൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുകൾ ഫോണിലേക്ക് സ്പോട്ടിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് തന്നെ വീഡിയോ ഇട്ട് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 8000 രൂപയ്ക്ക് താഴെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള 3 സ്മാർട്ട് ഫോണുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഫോണുകളെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന ഫോണുകളും അടിപൊളി ഹൈ ക്വാളിറ്റി ക്യാമറ ക്വാളിറ്റി നൽകുന്ന ഫോണുകളും പിന്നെ പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി ബാക്കപ്പ് നൽകുന്ന ഫോണുകളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല ഫുൾ ഡിസ്പ്ലേ നൽകുന്ന അടിപൊളി കിടിലൻ ഫോണും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ലിസ്റ്റിലെ ഏറ്റവും ആദ്യത്തെ ഫോണാണ് പോക്കോ C3. ഈ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ 13 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി ബാക്കപ്പും MediaTek Helio G35 പ്രോസസ്സറാണ് ഈ ഫോണിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഫോണിൽ പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഗെയിം ഹാങ്കറും ഈ ഫോണിലുണ്ട്. കിടിലൻ ഫോൺ തന്നെയാണ്. 16.58 സെൻറ്റിമീറ്ററിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പിറകുവശം നോക്കുകയാണെങ്കിൽ 13 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും. ഇതിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 5 മെഗാപിക്സലാണ്. ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ 7500 രൂപ മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി കിടലൻ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന ഫോൺ തന്നെയാണിത്. പിന്നെ പറയാനുള്ളത് 5000 mAh ബാറ്ററി ബാക്കപ്പും ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ 8000 രൂപയ്ക്ക് ഒരു നല്ല ബാറ്ററി ബാക്കപ്പുള്ള ഫോൺ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 7499 രൂപ മാത്രമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മളുടെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ഫോൺ ഏതാണെന്ന് നോക്കിയേക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ലിസ്റ്റിലുള്ള മൈക്രോമാക്സിൻ്റെ ഒരു ഇൻ IB എന്നൊരു ഫോണാണ്. 4GB റാമിനോടൊപ്പം 64GB ഫോണും 2GB റാമിനൊപ്പം 32GB ആണ് ഇതിൻ്റെ വേരിയൻറ്റ് വരുന്നത്. സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേയും അടിപൊളിയായിട്ടുള്ള ഹൈ ക്വാളിറ്റി ക്യാമറയുമാണ് ഈ ഫോൺ ഇവർ കൊടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത അടിപൊളി കിടലൻ ഫോൺ തന്നെയാണ് ഇത്. സൂപ്പർ സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ മെറ്റാലിക്കൽ മാറ്റിൽ ഫിനിഷാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം അടിപൊളിയായിട്ടുള്ള കിടലൻ ഫോൺ തന്നെയാണിത്. ഇതിൻ്റെ ലുക്കാണെങ്കിൽ ഷാർപ്പ് ലുക്കാണ്. 16.6 സെൻറ്റിമീറ്ററിൻ്റെ ഫുൾ ഡിസ്പ്ലേ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 13 മെഗാപിക്സൽ മെയിൻ ക്യാമറയും ഈ ഫോൺ കൊടുത്തിരിക്കുന്നു. അതുമാത്രമല്ല ഇതിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ ഹൈ ക്വാളിറ്റി സെൽഫി ക്യാമറയും ഇതിൽ ഇവർ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ 5000 mAh ബിഗ് ബാറ്ററി ലൈഫും 10 വാട്ടിൻ്റെ ചാർജിങ് ബോക്സും ഇതിൽ അവൈലബിൾ ആണ്. 10 വാട്ടിൻ്റെ ചാർജായി തന്നെ പെട്ടെന്ന് തന്നെ ചാർജ് കയറുന്നതാണ്. മീഡിയാടെക്കിൻ്റെ ഹെലിയോ G35 എന്ന പ്രോസസ്സറാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അടിപൊളിയായിട്ട് ഒരു സ്റ്റെക്കോ ഹാങ്ങോ ഇല്ലാതെ നമുക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന ഫോൺ തന്നെയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗെയിമിംഗ് ഫോണായി ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 8000 രൂപ തന്നെയാണ്. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെ ഫോണിലേക്ക് പോകാം. Redmi Nano 20A. ഇതാണ് നമ്മുടെ ലിസ്റ്റിലുള്ള ഏറ്റവും അവസാനത്തെ ഫോൺ. ഈ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ക്യാമറ ഉള്ള ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള കിടലൻ ക്യാമറ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 665 പ്രോസസ്സറാണ് ഈ ഫോണിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെക്കോ ഹാങ്ങോ ഇല്ലാതെ നമുക്ക് ഫോൺ സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ സ്റ്റൈലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സ്റ്റൈലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുന്നത് ബാക്ക് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറും അടിപൊളിയായിട്ടുള്ള 3 ക്യാമറയും ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ പറയുകയാണെങ്കിൽ 16.5 സെൻറ്റിമീറ്ററിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. 12 മെഗാപിക്സലിൻ്റെ AI ട്രിപ്പിൾ ക്യാമറയും കൊടുത്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളിയായിട്ടുള്ള കിടലൻ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഈ ഫോൺ ഇവർ കൊടുത്തിരിക്കുന്നത്. 5000 mAh മാസീവ് ബാറ്ററി ബാക്കപ്പാണ് ഈ ഫോൺ ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ വെറും 8500 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു അടിപൊളി ഗെയിമിംഗ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നോർമൽ യൂസിനോ വാങ്ങുന്ന ഒരു ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ചൂസ് ചെയ്യാം.
അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്നത്ര വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. ഇനി നമുക്ക് ഇതിനേക്കാളും മികച്ച മറ്റൊരു അടിപൊളി കിടിലൻ വീഡിയോ ആയി കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.